ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ബൈ സഹിയാന. അതെ, ഇതൊരു കഥയാണ്. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച രണ്ട് വ്യക്തികളെ നേരിട്ട് കണ്ടപ്പോഴുള്ള ഒരു സന്തോഷം. വീഡിയോ മുഴുവൻ കാണണേ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കണ്ണൂർ പോവാം. ട്രെയിൻ ചെയ്താലോ വന്ദേ ഭാരത് എല്ലാവർക്കും അറിയുന്ന ട്രെയിൻ. വെള്ളം ഒന്നും കൊടുത്തില്ല, ആടെ വെള്ളം ഉണ്ടാവല്ലോ. അതുകൊണ്ട് ഗായ്സിന്റെ തൊടി പറയുന്നത് നമ്മളിപ്പോൾ ട്രെയിനില്ല. അപ്പൊ നമ്മൾ കണ്ണൂർ പോവാം. അപ്പൊ ഒരാൾ ഞാൻ മീറ്റ് ചെയ്തിട്ടാ. ഇതെന്റെ ഫ്രണ്ട്. അപ്പൊ നമ്മൾ ഫ്രണ്ടിന്റെ പേര് മറന്നുപോയി. രാധിക ആന്റി. അപ്പൊ നമ്മൾ കണ്ണൂർ പോവാ. അപ്പം അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പയുടെ കസിൻ ബ്രദറിൻ്റെ ഒരു കല്യാണമാണ്. അപ്പം നമ്മൾ പോവാണ്. അതെ, ഇതാണ് ആ രണ്ട് വ്യക്തികൾ, സുരേഷ് ഗോപി സാറും രാധിക ചേച്ചി. അയ്യോ, എന്ത് നല്ല ആൾക്കാരാന്ന് പറയാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊരു നിമിഷമുണ്ട്. കാരണം വെച്ചാൽ ഞാനിക്കുട്ടീനെ രാധിക ചേച്ചി മടിയിൽ വയ്ക്കുന്നു, അവൾ കൊഞ്ചിക്കുന്നതൊക്കെ കണ്ടപ്പോഴല്ലേ, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ചേച്ചി ഒരു ലേഡിനെ എനിക്ക് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. ആ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും പോസിറ്റീവായിട്ടുള്ള, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എങ്ങനെയാണ് ദൈവം ഇത്രയും നെഗറ്റീവ് ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്? കാരണം എന്ന് വെച്ചാൽ ആ ഒരു നിമിഷം നമ്മൾ അത്ര ഒരു 3 hours നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ അടുത്ത് ഇടപഴകുന്നത്, നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ. ഞങ്ങൾക്ക് അവർ കൊണ്ടുവന്ന ഫുഡ്, അരിയുണ്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു. ഞാനക്കുട്ടിക്ക് സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സുരേഷ് ഗോപി സാർ കൊടുത്തു. നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യം സംസാരിച്ചു. പേഴ്സണലായിട്ട് കുറേ കാര്യം സംസാരിച്ചു. രാധിക ചേച്ചി ആയാലും മക്കളെ കുറിച്ചൊക്കെ ഞങ്ങളടുത്ത് സംസാരിച്ചു. ഞങ്ങൾ എല്ലാം സംസാരിച്ച് നമ്മളൊരു എന്താ പറയുക, ഒരുപാട് വർഷം അറിയുന്ന ആൾക്കാരെ പോലെയായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇത്രയും കണ്ണൂർ വരെ നമ്മൾ യാത്ര ചെയ്തത്. പക്ഷേ എന്താ പറയുക, ഭയങ്കര സന്തോഷം സന്തോഷമായിട്ടോ. ആക്ച്വലി യാനക്കുട്ടിക്ക് അറിയില്ലായിരുന്നു സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു ആക്ടറിനെ കുറിച്ച്. യാനക്കുട്ടിക്ക് അറിയില്ല, അവൾ അങ്ങനെ ഫിലിം കാണുന്ന ഒരാളല്ല. അപ്പം അവൾക്ക് ആകെ അറിയുന്നത് ചാക്കോച്ചനും കുഞ്ചക്കോവനും മാത്രമേ. അത് അവളുടെ കൂടെയാണ് ചാക്കോച്ചൻ്റെ മോൻ പഠിക്കുന്നത്. അതുകൊണ്ട് മാത്രം യാനക്കുട്ടിക്ക് കുഞ്ചക്കോവൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ അറിയാം. പിന്നെ ഞാനിട്ട് അവിടുന്ന് ട്രെയിനിൽ ഞാൻ യൂട്യൂബിൽ സുരേഷ് ഗോപി സാറിൻ്റെ ഫിലിമൊക്കെ കാണിച്ചു കൊടുത്തു. ആക്ച്വലി അത് വന്നത് എനിക്കൊന്ന് കമ്മീഷണർ എന്നുള്ള മൂവീൻ്റെ ആയിരുന്നേ. അപ്പോഴേക്കും പോയിട്ട് അവൾ നേരിട്ട് പറഞ്ഞു, ഞാൻ അങ്കിളിൻ്റെ മൂവി ഇപ്പോൾ യൂട്യൂബിൽ അമ്മ കാണിച്ചു തന്നു, അങ്കിൾ എന്തിനാ മൂക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞപ്പോഴേക്കും സുരേഷ് ഗോപി സാർ പറയണേ, ഇതൊരു ചട്ടമ്പി ആണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര കോമഡി ആയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ കുറേ സെൽഫീസൊക്കെ എടുത്തു, ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഇതാ 3 hours നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. യാനക്കുട്ടീനെ പാട്ടൊക്കെ പഠിപ്പിക്കണം, ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി എവിടെയൊക്കെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.